ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാധമ്മ നമ്മുടെ വേണുവേട്ടനോട് പറയുക, അവളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടായോ ഈ വീട് ഞാൻ അംഗീകരിക്കാൻ. ഋതിക ആരാണെന്നും ഋതികയുടെ സ്വത്തുക്കളെല്ലാം അറിഞ്ഞിട്ടും ഈ സാധാരണക്കാരിയായ രാധമ്മയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണുവേട്ടന് സങ്കടവും ദേഷ്യം വരിക. അപ്പോൾ നീ ഇപ്പോഴും ഋതിക മോളെ അംഗീകരിച്ചിട്ടില്ല ഇല്ലേ? ഞാൻ എത്ര വട്ടം പറഞ്ഞു അവളെ ഞാൻ അംഗീകരിച്ചിട്ടില്ലെന്ന്. എന്നാലേ എടി രാധേ, നീ ആ പോയി ആ രമ്യയോടൊപ്പം താമസിക്ക്. അവളെ താമസിയാതെ ആരെയെങ്കിലും കെട്ടിക്കോളും. രാധമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുക, എനിക്ക് ഇവരുടെ സ്വത്തും വേണ്ട, ഇവരുടെ ബന്ധുബലവും വേണ്ട. എന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വിടാനാണ് നിങ്ങളോട് പറഞ്ഞത്. എടി രാധമ്മേ, നമ്മുടെ വീട് ഇവിടുന്ന് 19 കിലോമീറ്റർ അങ്ങ് അകലെയാ. ഇപ്പോഴാണെങ്കിൽ നേരം സന്ധ്യയായി. ഞാൻ എങ്ങനെ നിന്നെ അവിടെ കൊണ്ടുപോയി ആക്കും? എന്തായാലും ഞാനിവിടെ നിൽക്കും. അതെന്തായാലും എനിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളിവിടെ നിൽക്കുമെന്ന്. നിങ്ങളുടെ സ്വന്തക്കാരുടെ വീടല്ലയോ? അതിലെന്താടി സംശയം? ഇതെൻ്റെ സ്വന്തക്കാരുടെ വീട് തന്നെയാ. നിന്നെ കെട്ടി എൻ്റെ കഴുത്തേലോട്ട് കയറ്റി വെക്കുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ തന്നെയാണ് താമസിച്ചത്. അത് കേട്ടിട്ട് രാധമ്മ പറയാം, ഇവിടെ നിങ്ങൾക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ കാണുമായിരിക്കും. ഈ ആനക്കാരെയും താറാവുകാരെയും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. എടി സൂക്ഷിച്ച് സംസാരിക്കണം. അനാവശ്യം പറഞ്ഞാലേ നിന്റെ കാരണം ഞാൻ തല്ലിപ്പൊട്ടിക്കും. ഞാൻ ഭാര്യയായിട്ട് വെച്ചിരിക്കുന്ന എത്ര പെണ്ണുങ്ങളാടി നിന്റെ അടുത്തോട്ട് വന്നത്? രാധമ്മയുടെ ഈ സ്വഭാവത്തിൽ വേണുവേട്ടന് സങ്കടം വരുന്നുണ്ട്. എൻ്റെ രാധമ്മ, നീ എത്ര നല്ല സ്വഭാവക്കാരിയായിരുന്നടി. നല്ല വാക്കുകളെ നിന്റെ വായിൽ നിന്ന് വരുത്തുള്ളായിരുന്നു. നീ എങ്ങനെയാടി ഇത്രയധികം അതപ്പതിച്ചത്? ആ രുക്മിണിയും രമ്യാട്ടല്ലേ നിന്റെ കൂട്ടുകെട്ട് എന്ന് രാധമ്മയോട് ദേഷിച്ച് പറഞ്ഞിട്ട് വേണുവേട്ടൻ അവിടെ നിന്ന് പോവുക. കൊച്ചമ്മണിയും ജയനും പ്രിയയും കൂടെ രാത്രിയിൽ ആനയുടെ ചിഹ്നം വിളിയൊക്കെ കേട്ടങ്ങ് ഇരിക്കുക. കൊച്ചമ്മണി പറയാം, നമുക്കിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നിന്നാലേ ഈ ആനകളെല്ലാം കൂടെ വരി വരിയായിട്ട് വെള്ളം കുടിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. എൻ്റെ അമ്മയെ, നിങ്ങൾക്കൊരു പേടിയില്ലയോ? എനിക്കൊരു പേടിയില്ല. അതെങ്ങനെ പേടിക്കാനാ? അമ്മയുടെ ഈ രൂപത്തിൽ കാട്ടിലോട്ട് കയറി ചെന്നാലേ ആ മൃഗങ്ങൾ വിചാരിക്കും അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന്. പ്രിയ പറയുന്ന എന്തൊരു നല്ല മണം, ഏതോ ഒരു പൂ പൂത്തതാ. കൊച്ചമ്മണി പറയുക, ഏതോ പൂവൊന്നും അല്ല, കള്ളിപ്പാല പൂത്തതാ. പാല പൂക്കുന്ന ആ രാത്രിയിൽ തന്നെ യക്ഷി ഇറങ്ങും. കൊച്ചമ്മണി എല്ലാവരെയും പറഞ്ഞ് പേടിപ്പിക്കുക. പ്രിയയ്ക്ക് പേടിച്ചിട്ട് വയ്യ. പ്രിയ പറയാ, അമ്മേ സത്യമായിട്ടുമാണോ ഈ പറയുന്നത്? അതേടി, ചുടലയക്ഷി, വടയക്ഷി, വെടലയക്ഷി, പിന്നാണെങ്കിലേ അറുകല ഉറപ്പായിട്ടും ഇറങ്ങും. അയ്യോ, അറുകലയോ? അതാരാ? പ്രിയ വിറച്ചോണ്ട് ചോദിക്കുക. അത് നിൻ്റെ അമ്മായി അച്ഛൻ. ജയൻ ചോദിക്കുന്നു, അമ്മ അത് ഓട്ടം തുള്ളലുകാരനായി എൻ്റെ അച്ഛനാണോ? വെള്ളത്തിൽ വീണതിൻ്റെ പ്രേതത്തിന് ജലമറതയെന്നും കെട്ടിത്തൂങ്ങിച്ചത്തവനെ അറുകൊലയെന്നും പറയും. നിരാശ കാമുകനായി ട്രെയിനിൽ തലവെച്ച് മരിച്ചവനെ നിരാശപ്രേതമെന്നും പറയും. നമ്മുടെ കൊച്ചമ്മണിക്ക് പ്രേതങ്ങളുമൊക്കെ ആയിട്ട് നല്ല അടുപ്പമുണ്ട്. അമ്മ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ അമ്മ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. എടി, കണ്ടിട്ടുണ്ടോന്നോ? ഈ തമിഴ് പ്രേതങ്ങളൊക്കെ അടുത്ത് വരുമ്പോഴേ നല്ല മസാല ദോശയുടെയും വടയുടെയും മണമാണ്. അതിന് പ്രേതങ്ങൾക്കുള്ളിൽ തരംതിരിവ് വല്ലതും ഉണ്ടോ? അയ്യോ ഉണ്ടടി. ഒരിക്കൽ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വീട്ടിലോട്ട് നടന്നു വരുമായിരുന്നു. പാതിരാത്രി കഴിഞ്ഞ സമയം, കുറ്റാങ്കുരുട്ടിരുട്ട്. ചീവീടുകളുടെ ആണെങ്കിൽ മർമ്മര ശബ്ദം. ഞാനങ്ങോട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ, ഇരുട്ടിന്ന് ഒരു പെണ്ണിൻ്റെ ശബ്ദം. എന്നോട് ചോദിക്കുക, ചുണ്ണാമ്പുണ്ടോ ചേച്ചിന്ന്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴേ അതൊരു വെടലേക്ഷിയാ. ജയന് പെട്ടെന്നൊരു സംശയം, അമ്മേ ഈ യക്ഷികളൊക്കെ ചുണ്ണാമ്പ് കച്ചവടക്കാരാണ്? ആ ചോദ്യം സ്വാഭാവികമാണ്. ഏത് കഥയിലും യക്ഷികളിങ്ങനെ ചുണ്ണാമ്പ് ചോദിക്കുന്നു. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടൊന്നും അല്ലടാ ജയ, ഈ ആത്മഹത്യ കഴിഞ്ഞ് ചെല്ലുന്ന പെണ്ണുങ്ങളുടെ ആത്മാക്കൾ അവരെ അങ്ങനെ ചുണ്ണാമ്പ് ചൂളയിലിട്ട് നീറ്റും. കൊച്ചമ്മണി ഇതൊക്കെ നേരിൽ കണ്ടതുപോലാണ് വിവരിക്കുന്നത്. അത് കേട്ടപ്പോൾ പ്രിയയ്ക്ക് വീണ്ടും സംശയം, അമ്മ യക്ഷികളൊക്കെ എന്തിനാ വെള്ളസാരി ഉടുക്കുന്നത്? അയ്യോ, അതെന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ലയോ? ലോകത്തെ ആദ്യത്തെ യക്ഷിയെ ഒരു ജൗളി വ്യാപാരിയായിരുന്നു. ആ ജൗളിക്കടയിൽ മൊത്തം വെള്ളസാരികളായിരുന്നു. ഒരു ദിവസം ആ കടയ്ക്ക് തീ പിടിച്ച് അങ്ങനെയായിരുന്നു അവർ മരിച്ചത്. അങ്ങനെയാണ് ഈ യക്ഷികളൊക്കെ വെള്ളസാരി ഉടുക്കാൻ തുടങ്ങിയത്. അതുമാത്രമല്ലടാ, ഈ കോവിലകം മുഴുക്കെ മൂത്ത് നരച്ച കാരണവന്മാരുടെ പ്രേതങ്ങളാണ്. നമുക്കേ ഉറങ്ങാൻ പറ്റത്തില്ല, ചൂരൽ കൊണ്ടുള്ള അടി മേടിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം. എല്ലാവരും അങ്ങ് ഞെട്ടുവാണ്. ആഹാ, കൊള്ളാമല്ലോ, അമ്മയ്ക്ക് പേടിയില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ എന്തിനാ പേടിച്ചത് എന്ന് പ്രിയ ചോദിക്കുമ്പം കൊച്ചമ്മണി ചിരിച്ചുകൊണ്ട് പറയാം, അതെ, ഈ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് പേടി വരും. അമ്മണിയുടെ കള്ളക്കഥകളൊക്കെ കേട്ടിട്ട് ജയൻ പറയാം, അമ്മേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ഇതൊരു അന്തസ്സുള്ള കോവിലവാ, വെറുതെ ആവശ്യമില്ലാതെ അമ്മയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെ വേണുവേട്ടനും അവിടുത്തെ കാര്യസ്ഥനും കൂടെ സംസാരിച്ചുകൊണ്ട് വരിക. കാര്യസ്ഥൻ പറയുന്നു, ഈ കോവിലകം അങ്ങനെ ആരും നോക്കാതെ കുറേ നാളിങ്ങനെ കിടക്കുമല്ലായിരുന്നു. എന്നിട്ടിതൊക്കെ ഒരു കുഴപ്പവും വരുത്താതെ ഡെയിലി പണിക്കാരെ നിർത്തിയാണ് ഞങ്ങൾ ഇതൊക്കെ സംരക്ഷിച്ചു പോരുന്നത്.
ആൾതാമസമില്ലാതെ കിടന്നാൽ ഏത് തറവാടായാലും നശിച്ചു പോകുമല്ലോ കുറുപ്പേ. അപ്പോൾ പ്രതാപൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, പഴയ ചങ്ങാതിമാർ രണ്ടും കൂടെ എന്തൊക്കെയാ പറയുന്നത്? വേണുവേട്ടൻ പറയുന്നത്, ഞങ്ങൾ ഈ തറവാടിന്റെ കാര്യമൊക്കെ പറയുമായിരുന്നു സാറേ. എന്ത് സന്തോഷമായിരുന്നു വേണുവേട്ട പണ്ട് ഈ മുറ്റത്ത് എല്ലാവരും കൂടിയിരുന്ന് രാഷ്ട്രീയവും കലയും ചർച്ചയും എല്ലാം. നടുമുറ്റത്ത് പണ്ടൊരു ഞാവൽ മരം ഉണ്ടായിരുന്നല്ലോ വേണുവേട്ട, നിറയെ ഞാവൽപ്പഴം ഉണ്ടായിരുന്നു അതില്. അത് കേട്ടിട്ട് കാര്യസ്ഥൻ പറഞ്ഞു, അതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. മഹാദേവവർമ്മ സാറും പ്രതാപവർമ്മ സാറും അതിന്റെ ചോട്ടിൽ തന്നെ ആയിരുന്നല്ലോ പണ്ടൊക്കെ ഡിസ്കഷൻ. പ്രതാപവർമ്മ സാറിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജഗന്നാഥനില്ലേ, അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് നാളായി. അയാളിപ്പോൾ എവിടാ സാറേ? പ്രതാപൻ പറയുന്നു, എനിക്കറിയില്ല കുറുപ്പേട്ട. വേണുവിനറിയാവോ? എനിക്കും അറിയില്ല എന്ന് വേണുവേട്ടൻ്റെ സങ്കടത്തോടാണ് പറയുന്നത്. ഈ സമയം രാജു അപ്പുറത്ത് മാറി ഇവരുടെ സംഭാഷണമെല്ലാം കേൾക്കുന്നുണ്ട്. രാജു അടന്ന് ചിന്തിക്കുന്നു, ഈ ജഗന്നാഥൻ ആരാണ്? അയാളുടെ പേര് കേൾക്കുമ്പോൾ ഇവരൊക്കെ എന്താ ഇങ്ങനെ ടെൻഷനാകുന്നത്? രാജു വന്നിട്ട് വേണുവേട്ടനോട് ചോദിക്കുന്നു, അച്ഛാ എനിക്കൊരു സംശയം. എന്താ മോനെ, ആരാ ഈ ജഗന്നാഥൻ സാറ്? വേണുവേട്ടൻ ഒന്നും മിണ്ടാതെ കുറേ നേരം രാജുവിനെ തന്നെ നോക്കിയിട്ടങ്ങ് പോവുകയാണ്. അംബിക തനിച്ച് അവിടെയുള്ള ഒരു റൂമിനകത്ത് ഇങ്ങനെ ഒരുമാതിരി പേടിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് ഫോൺ റിങ് ആകുന്നുണ്ട്. അംബിക അതിശയത്തോടെ നോക്കുക, അയ്യോ ഇതിനകത്ത് റേഞ്ച് കിട്ടുവോ? മോനെ ദീപക്കേ, എന്താമ്മേ അവിടെ വിശേഷം? പറയാം മോനെ, ഞാൻ നിന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അംബിക സങ്കടത്തോടാണ് പറയുന്നത്. എനിക്കിവിടെ അമ്മ കൂടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. എൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെ ആ മോനെ. നീ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തോ ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു. നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ മോനെ? അമ്മ പറയമ്മേ. ഇവിടെ ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ അതുപോലൊക്കെ തന്നെ നടന്നു. അമ്മ എന്തുവാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ, ഈ സൂര്യമംഗലം തറവാടിൻ്റെ എല്ലാ അവകാശവും ഉണ്ടല്ലോ സരസ്വതിയമ്മ രാജുവിനെ ഏൽപ്പിച്ചു. മൊത്തത്തോടെ വിഴുങ്ങാനിരുന്ന ദീപക്കിനോടാ പറയുന്നത്. അയ്യോ അമ്മ, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? സത്യവാടാ മോനെ ഞാൻ ഈ പറയുന്നത്. നിന്റെ പേരിലേക്ക് വരേണ്ട ഈ അധികാരവും അവകാശവും എല്ലാം ഇപ്പം ആ രാജുവിനാ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അപ്പോഴെൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. നമ്മളിനി എന്ത് ചെയ്യുമമ്മേ? നമുക്ക് കിട്ടിയില്ലെങ്കിലും അവനത് കൊടുക്കാൻ പറ്റില്ല. അതിനെന്തെങ്കിലും ചെയ്തേ പറ്റുമോനെ. തൽക്കാലം നീ ഫോൺ വെക്ക്, ഞാൻ എന്താ വേണ്ടതെന്നൊന്ന് ആലോചിക്കട്ടെ. ഹൃതിക വളരെ സന്തോഷത്തോടെ നമ്മുടെ സരസ്വതി അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക. സരസ്വതി അമ്മയാണെങ്കിൽ ഹൃതികയുടെ തലമുടിയൊക്കെ തടവിയിട്ട് പറയാം, നല്ല തലമുടിയാണ്, ഇതൊക്കെ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് എൻ്റെ മോള് നശിപ്പിക്കരുത്. നല്ല ചെമ്പരത്തിത്താളി തേച്ച് വേണം കുളിക്കാൻ. എൻ്റെ അമ്മാമ്മ ഇപ്പോഴത്തെ കാലത്ത് വാഷ്റൂമിൽ പോയിട്ട് ചെമ്പരത്തിത്താളിയൊക്കെ തേച്ച് കുളിക്കാൻ പറ്റുമോ? അതും ശരിയാ മോളെ, കാലം മാറിയതൊക്കെ ഈ അമ്മമ്മയെ അങ്ങ് മറന്നുപോയി. ഞാനൊരു കാര്യം എൻ്റെ മോളോട് ചോദിച്ചാൽ അമ്മാമ്മയുടെ സത്യം മാത്രമേ പറയാവൂ. അതെന്താ അമ്മമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ എൻ്റെ അമ്മാമ്മയോട് പിന്നെ നുണ പറയുമോ? തറവാടിൻ്റെ അവകാശം രാജുവിന് കൊടുത്താൽ മോൾക്ക് സന്തോഷമാണോ? അതെന്തൊരു ചോദ്യമാണ് എൻ്റെ അമ്മാമ്മേ. എൻ്റെ രാജുവിന് എന്ത് കൊടുത്താലും അതെനിക്ക് വലിയ സന്തോഷമല്ലേ. എൻ്റെ മോളുടെ സന്തോഷമാണ് ഈ അമ്മാമ്മയുടെ ഈ സന്തോഷം. എൻ്റെ മോൾക്ക് സന്തോഷമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സൂര്യമംഗലത്തെ സകല അവകാശവും രാജുവിന് കൊടുക്കാമെന്ന് ഞാൻ വാക്കാൽ പറഞ്ഞത്. നീ ഇതെല്ലാം രജിസ്റ്റർ ചെയ്യണം മോളെ. ഹൃതിക പറയുക, ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയുള്ള പ്രണയം മാത്രമല്ല അമ്മാമ്മേ എനിക്ക് രാജുവിനോടുള്ളത്. രാജു എനിക്ക് ദൈവമാണ് മാമേ. എനിക്ക് ചിലപ്പോൾ തോന്നും രാജുവിനെ അങ്ങ് തൊഴുതു നിന്നാലോ എന്ന്. രാജു ഇത് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. സരസ്വതിയമ്മ പറയുക, അപ്പോഴത് പ്രണയവും മണ്ണാങ്കട്ടയൊന്നും അല്ല, ഇതിൻ്റെ പേരാണ് ദേവരാഗം. രാജു അമ്മാമ എൻ്റെ ലോകം. നീ എന്തു പാവമാണ് എൻ്റെ കുഞ്ഞെ. അപ്പോൾ രാജു അങ്ങോട്ട് കയറി വന്നിട്ട് ഹൃതിയെ തന്നെ നോക്കി നിൽക്കുന്നു. സരസ്വതിയമ്മ പറയുക, ഭാര്യ ഭർത്താക്കന്മാരെ ഇങ്ങനെ തന്നെ വേണം. പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. കല്യാണത്തിൻ്റെ ഉടമ്പടി ഉണ്ടല്ലോ, അത് ഹൃദയം കൊണ്ട് മാത്രമായിരിക്കണം. നീയും ഞാനും എന്നുള്ള രണ്ട് വികാരത്തിൽ നിന്ന് നമ്മളെന്ന വികാരത്തിലേക്ക് എത്തണം. അതാണ് ഭാര്യ ഭർത്തൃബന്ധം. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. രാജു ഉടനെ ചോദിക്കുക, അമ്മാമ്മ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മാമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുമോ? എൻ്റെ കൊച്ചുമോനോട് എനിക്ക് ദേഷ്യം വരുമോ? മോൻ ചോദിക്കുക. അമ്മാമ്മ, അത് എനിക്ക് ഹൃതിക മേഡത്തിൻ്റെ അമ്മയെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. രാജു അങ്ങനെ ചോദിച്ചപ്പോൾ സരസ്വതി അമ്മയും ഹൃതികയും അങ്ങ് വിഷമത്തിലായി. സരസ്വതി അമ്മ സങ്കടത്തോടെ പറയുക, എന്നെങ്കിലും ഒരിക്കൽ നീ അത് ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എല്ലാം പറയാം. എന്തായാലും നിങ്ങളും ഇതൊക്കെ അറിയേണ്ടതല്ലേ. എൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനായിരുന്നു ഹൃതിക മോളുടെ അച്ഛൻ പ്രതാപവർമ്മ. ഒരേ കോവിലകത്തെ അംഗങ്ങളായിരുന്നു പ്രതാപനും ശേഖരനും അംബികയും. എൻ്റെ ഭർത്താവ് മഹാദേവവർമ്മയ്ക്ക് പ്രതാപവർമ്മയോട് വലിയ സ്നേഹമായിരുന്നു. അതായത് രാജു, നിന്നെ എങ്ങനെ പ്രതാപൻ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയായിരുന്നു മഹാദേവവർമ്മയ്ക്ക് പ്രതാപനും. പ്രതാപനെ എൻ്റെ ഭർത്താവ് സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. ഞങ്ങളുടെ ഏക മകൾ പത്മാവതി, അവൾ വലിയ വലിയ കഴിവുള്ളവളുകൂടിയായിരുന്നു. പാടുകയും നന്നായിട്ട് നൃത്തം ചെയ്യുകയും വരയ്ക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യും.
പ്രതാപനും പത്മയും തമ്മിൽ പ്രണയമായത് ഞാൻ അറിഞ്ഞില്ല. അന്നത്തെ കാലത്താണെങ്കിൽ എനിക്കത് അംഗീകരിക്കാനും പറ്റില്ലായിരുന്നു. ഇവരുടെ പ്രണയം പലരും പറഞ്ഞു, ഒടുവിൽ അങ്ങനെ ഞാനും അറിഞ്ഞു. എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രതാപനോട്ട് വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ മകളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സങ്കല്പങ്ങളൊക്കെ വേറെയായിരുന്നു. ഞാൻ ഇവരുടെ പ്രണയത്തെ എതിർത്ത് അന്ന് പത്മമോളുടെ അച്ഛൻ കൊച്ചിയിലെ പാലസിലായിരുന്നു. ആ സമയത്താണ് ആ സംഭവം നടന്നത്. സരസ്വതിയമ്മ ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് വിങ്ങിപ്പൊട്ടി കരയുവാണ്. തമ്പുരാട്ടി ഇതാണ്ട് അവർ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്നു. ആര്? പ്രതാപനും കൊച്ചു തമ്പുരാട്ടി എന്ന് കാര്യസ്ഥൻ പറയുവാണ്. അത് കേട്ടതും പെട്ടെന്ന് സരസ്വതിയമ്മ ആ ഭിത്തിയിൽ വെച്ചിരുന്ന തോക്കും എടുത്തുകൊണ്ട് ഓടി വരുവാണ്. പരിചാരകരെല്ലാം വാതുക്കെ തന്നെ നിൽക്കുവാണ്. എന്താ നടക്കാൻ പോകുന്നറിയാതെ എല്ലാവരും വലിയ ആകാംക്ഷയോടെ നിൽക്കുവാണ്. പ്രതാപനും പത്മാവതിയും പേടിച്ച് വിറച്ചാണ് അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് നമ്മുടെ സരസ്വതിയമ്മ ആ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഒരടി ഇനി മുന്നോട്ട് വെക്കരുത്. അമ്മേ എന്നിങ്ങനെ പത്മാവതി വിളിച്ചപ്പോൾ മുന്നോട്ട് വരരുതെന്നാ നിന്നോട് പറഞ്ഞ, കൊല്ലുന്നില്ല ഞാൻ. സൂര്യമംഗലത്തിന് നാണക്കേടുണ്ടാക്കി വെച്ചിട്ട് നീ എന്ത് ധൈര്യത്തിലാടി ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടുന്ന് കടന്നു പൊയ്ക്കോടി, ഇല്ലെങ്കിൽ ഈ മുറ്റത്തിട്ട് നിന്നെ ഞാൻ കൊല്ലും. അമ്മ എന്നെ കൊല്ലുന്നെങ്കിലും കൊല്ല്, പക്ഷെ എനിക്ക് പറയാനുള്ളത് കൂടി അമ്മ കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഇവിടുന്ന് കടന്നു പൊയ്ക്കോ. ഞാൻ അമ്മയുടെ മകള് തന്നെയാ, ഞാൻ കേൾപ്പിച്ചിട്ടേ പോകൂ എന്ന് പറയുമ്പോൾ സരസ്വതി അമ്മ ആ തോക്കെടുത്ത് കാഞ്ചി വലിക്കുവാണ്. പെട്ടെന്ന് പത്മാവതി പ്രതാപന്റെ മാറിലോട്ട് ഇങ്ങനെ ചായുവാണ്. പ്രതാപൻ സരസ്വതി അമ്മയോട് പറയുന്നു, അമ്മയ്ക്ക് കൊല്ലണമെങ്കിൽ എന്നെ കൊല്ലാം. മാനുഷ്യ മൂല്യങ്ങളും ധാർമ്മികതയും മനുഷ്യ സ്നേഹവും ഒക്കെ എന്നെ പഠിപ്പിച്ചതേ മഹാദേവവർമ്മ സാറ. പത്മാവതിയുടെ അച്ഛൻ ഇഷ്ടപ്പെട്ടവർ തമ്മിൽ കല്യാണം കഴിക്കരുതെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനിഷ്ടപ്പെട്ടവരുടെ ചങ്ക് കീറി മുറിച്ചിട്ടാണോടാ കല്യാണം കഴിക്കുന്നത്? വിശാല മനസ്സുള്ള മഹാദേവവർമ്മ സാറിൻ്റെ ഭാര്യയ്ക്കും വിശാല മനസ്സാണെന്നാണ് ഞാനും കരുതിയിരുന്നത്. അക്കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി. കൊല്ലരുത്, ഞങ്ങൾ പോയേക്കാം. ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ദൈവങ്ങളായിട്ട് തന്നെയുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുമ്പോൾ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വരും. അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപൻ പത്മാവതിയെ ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. പെട്ടെന്ന് പത്മാവതി തിരിഞ്ഞു നിന്നിട്ട് സരസ്വതി അമ്മയോട് പറയുന്നു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അച്ഛൻ സ്നേഹിക്കുന്ന മാനസപുത്രനായ അദ്ദേഹത്തെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണെന്നേ അമ്മയും പലവട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ ഞാൻ സ്നേഹിച്ചു പോയെങ്കിലേ അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് മറ്റൊരു ചെറുപ്പക്കാരനെ കുറിച്ച് പുകഴ്ത്തരുത്. മാതാപിതാക്കൾക്ക് ആരാധന തോന്നുന്ന ഒരാളോട് മകൾക്ക് പ്രേമം തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ്. എൻ്റെ അമ്മ എനിക്ക് തന്ന സ്നേഹം മരണം വരെ എനിക്ക് മറ്റൊരിടത്തൊന്നും കിട്ടില്ല. രണ്ട് കൈയെടുത്ത് തൊഴുതോട്ട് പത്മാവതി പറഞ്ഞ്, മാപ്പമ്മേ, എന്നെ ശപിക്കല്ലേ എൻ്റെ പൊന്നമ്മേ. അങ്ങനെ പത്മാവതി കരഞ്ഞുകൊണ്ട് പ്രതാപനോടൊപ്പം അന്ന് അവിടുന്ന് പടിയിറങ്ങിയതാണ്. നിറകണ്ണുകളോടെ സരസ്വതിയമ്മ ആ കഥയെങ്ങനെ ഋതികയോടും രാജുവിനോടും പറയുക, അന്ന് എൻ്റെ മോൾ ഇറങ്ങിപ്പോയതാ, പിന്നീട് ഞാൻ ഇതുവരെ അവളെ കണ്ടിട്ടില്ല. കുറേ വർഷങ്ങളായിട്ടും അവൾ എന്നെ കാണാൻ വന്നില്ല. എൻ്റെ ഈഗോ അവളെ പോയി കാണാനൊട്ട് അനുവദിച്ചതുമില്ല. അതൊക്കെ അറിഞ്ഞ് എൻ്റെ ഭർത്താവ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഞങ്ങൾ കുറേ നാൾ പിന്നെ മിണ്ടാതെയിരുന്നു. ഞാൻ പിന്നെ കൽക്കട്ടയിലേക്ക് പതിയെ മാറാൻ കാരണവും അതുതന്നായിരുന്നു. ഋതിക പെട്ടെന്ന് ചോദിക്കുന്നു സരസ്വതി അമ്മയോട്, അപ്പം മുത്തശ്ശന് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നു അമ്മയുടെ കാര്യത്തിൽ, അല്ലേ അമ്മാമ്മേ? ഈ സമയത്ത് അംബിക അവിടെ വന്ന് മറഞ്ഞു നിന്ന് ഇവരുടെ സംസാരമൊക്കെ കേൾക്കുവാണ്. സരസ്വതി അമ്മ പറയുക, അദ്ദേഹത്തിന് വെറുപ്പൊന്നുമില്ലായിരുന്നു, പത്മയെ പ്രാണനായിരുന്നു. മകൾ എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്യും. രാജു ചോദിക്കുന്ന, അമ്മാമ്മയ്ക്ക് ഇപ്പം ദേഷ്യമുണ്ടോ ഈ അമ്മയോട്? ഇല്ല, അതിന് വർഷങ്ങളെടുത്തു എനിക്ക് അവളോടുള്ള ദേഷ്യം തീരാൻ. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചും ഒടുവിൽ എൻ്റെ മകളോട് ഞാൻ ക്ഷമിച്ചേക്കാമെന്നുള്ള തീരുമാനവും എടുത്തു. പ്രതാപൻ അറിയപ്പെടുന്ന ഒരു മന്ത്രിയും നേതാവും ആയതുകൊണ്ട് എനിക്കവനെ കണ്ടുപിടിക്കാൻ വലിയ പാടുപെടേണ്ടി വന്നില്ല. എന്നിട്ട് ഞാൻ വേണുവിനെയും കൂട്ടി അവരെ കാണാൻ പോകാൻ തീരുമാനിച്ചപ്പോഴാണ് വേണു പറഞ്ഞ് ഞാൻ അറിയുന്നത് പ്രതാപനും പത്മയും തമ്മിൽ വേർപിരിഞ്ഞെന്ന്. രാജു ചോദിക്കുന്ന, അതിന് അമ്മാമ്മേ, വർമ്മസാറും പത്മാവതി മേഡവും തമ്മിൽ പിരിയാനുണ്ടായ കാരണം എന്താണെന്നറിയാവോ? അറിയില്ല, പക്ഷേ അതിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ കളികൾ ചിലർ നടത്തിയിട്ടുണ്ടെന്ന് ഈയിടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരോടൊക്കെ അതിനുള്ള കണക്ക് ഞാൻ തീർക്കുകയും ചെയ്യും. അംബിക ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുക. ദൈവമേ, സരസ്വതിയമ്മ ഇനിയെ തോക്കുമെടുത്തുകൊണ്ട് വന്ന് എൻ്റെ നേരെ കാഞ്ചി വലിക്കുമോ? ഇവിടെ തന്നെ എൻ്റെ ശവസംസ്കാരവും നടക്കുമോ എന്നൊക്കെ പേടിച്ച് അംബിക അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യങ്ങളുടെ ചുരുളുകളെല്ലാം അഴിയുവാണ്. അംബിക ചെയ്ത ക്രൂരതകളും കൊലപാതകങ്ങളും എല്ലാം രാജുവും ഋതിയും വെളിച്ചത്ത് കൊണ്ടുവരും. അംബികയുടെ ജീവിതം ഇനി ജയിലറയ്ക്കുള്ളിലാകും. അത് പ്രതാപൻ തീർച്ചയായിട്ടും ആ ശിക്ഷ അംബികയ്ക്ക് വാങ്ങിക്കൊടുത്തിരിക്കും. പത്മാവതിയും പ്രതാപനും ഒന്നുചേരുകയും ചെയ്യും. ആ റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.